ഒന്ന് കണ്ണു തുറക്കണേ. 3 മാസമായില്ല നിന്നിപ്പോ അമ്മന്ന് വിളിച്ചിട്ട് കണ്ണു തുറന്നു കഴിക്കാൻ പറ്റൂല മോളെ. ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കൂടെ ഞങ്ങളെ റംസി മോളെ? മോളെ എനിക്കാണല്ലോ പ്രിയപ്പെട്ടവരെ, സുന്ദരിയായ മിടുക്കിയായ പ്രിയപ്പെട്ട പൊന്നുമോളുടെ അവസ്ഥ കണ്ടോ നിങ്ങളെ? പഠിക്കാൻ മിടുക്കിയായിട്ടുള്ള നല്ല ദീനീ ബോധമുള്ള പ്രിയപ്പെട്ട റംസിയയുടെ ഏറ്റവും സങ്കടമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. കണ്ടിട്ട് നമ്മള് എത്ര ദിവസമായി കളിച്ചിട്ട് ഒന്ന് നമുക്ക് വീട്ടിൽ പോകണ്ടേ താത്താണ്ട് കണ്ടു തീർക്ക് താത്ത. എന്റെ പണ്ട് മനസ്സങ്ങനെ കാണാൻ വയ്യ. നിന്റെ മോളാണ്. ഞങ്ങൾക്ക് 2 മക്കളാണ്. ഇത് എന്റെ മൂത്ത മോളാണത്. അവിടെ 3 ഓപ്പറേഷൻ കഴിഞ്ഞു. സാമ്പത്തികമില്ലാത്തതുകൊണ്ട് എന്റെ മോളുടെ ചികിത്സ നിന്ന് പോയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി സഹായിക്കണം. ഈ വീഡിയോ കാണാൻ എല്ലാവരും എന്റെ താത്താൻ സഹായിക്കണം. പൊന്നു പോലെ വളർത്തിയ എന്റെ മോളാണ്. 3 ഓപ്പറേഷൻ കഴിഞ്ഞു കൊടുത്തതിൽ ഞാനൊരു പാവപ്പെട്ടവനാണ്. എന്റെ വീട് വരെ പണയം വെച്ചിട്ട് ചികിത്സിച്ചിട്ട് ഞങ്ങൾക്ക് ഇതെത്ത് ഈ ഹോസ്പിറ്റലിൽ ബില്ലടക്കാൻ ഇപ്പോഴും എത്തിയിട്ടില്ല. ഇനിയിപ്പോ ഒരുപാട് പെൻഡിങ് ആണ്, ബാലൻസ് ആണ്. ശലഭങ്ങളായി പ്രിയപ്പെട്ട ചങ്ങാതിമാരോടൊപ്പം സ്കൂളിലും മദ്രസയിലും ഒക്കെ പോവേണ്ട പ്രിയപ്പെട്ട പൊന്നു മോളാണ് ഗുരുതരമായ ബൈക്ക് അപകടത്തിൽ മാരകമായി പരിക്ക് പറ്റി തലയോട്ടി തകർന്ന് തലച്ചോറ് തകർന്ന് വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. 16 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയ റംഷീന എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് വാർഡ് 9 വാടാനക്കുറിശി വടക്കേത്തൊടി വീട്ടിൽ താമസിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ആക്രി വിറ്റുകൊണ്ട് ആക്രി ശേഖരിച്ച് സ്ക്രാപ്പ് ശേഖരിച്ച് അത് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഉപജീവനം നടത്തുന്ന പ്രിയപ്പെട്ട അബ്ബാസ് കായുടെ മുത്ത്. ആ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞത് എന്റെ മുത്താണെന്നാ പറഞ്ഞത്, എന്റെ സ്വത്താണെന്നാ പറഞ്ഞത്. ആ പ്രിയപ്പെട്ട പൊന്നുമോളാണ് ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്ക് പറ്റി ഇവിടെ കിടക്കുന്നത്. 3 മാസമായി ഞാനൊന്ന് ഉറങ്ങിയിട്ട് എന്റെ കുട്ടിയുടെ അവസ്ഥ കാണാൻ പറ്റാതായിരിക്കണം. അവള് ബോധം വന്നപ്പോ ഉമ്മ നമുക്ക് വീട്ടിലേക്ക് പോവുക, എനിക്ക് ഡ്രസ്സ് മാറ്റണം, എനിക്ക് കുളിക്കണം, നമുക്ക് പാല് വേണം വിചാരിച്ചു. എന്റെ കുട്ടീനെ എല്ലാരും സഹായിക്കണം. ഇനി ഞങ്ങളാൽ ഒരു വഴിയില്ലാത്തോണ്ട് ഇത് ഒഴിവാക്കാൻ ഞങ്ങൾ ഒരുപാട് നോക്കിയതാ. ഞങ്ങളെ കൊണ്ട് പറ്റാത്തോണ്ടാണ്. തലച്ചോറിന്റെ ഉള്ളിൽ കോട്ടിംഗ് ഉണ്ടായിരുന്നു, ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, 4 സർജറികൾ കഴിഞ്ഞു. എല്ലാ നിലക്കുമുള്ള പ്രയാസത്തിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ സർജറിയിൽ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടാണ് കോട്ടക്കൽ ആസ്റ്റർ മിംസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നിലവിൽ 11 ലക്ഷത്തോളം ബില്ല് ഇപ്പോൾ നിലവിൽ ഇവിടെ കൊടുക്കാനുണ്ട്. കണ്ടില്ലേ, കാണാൻ പോലും സഹിക്കാൻ പോലും പറ്റാത്ത. ഇനി തലയോട്ടി ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. ആ ഫ്രീസറിൽ നിന്ന് തലയോട്ടി എടുത്ത് ഇവിടെ സർജറി ചെയ്ത് തുന്നി ചേർക്കേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു സർജറികളും വിദഗ്ധ ചികിത്സയും അടക്കം ഇത്രത്തോളം സങ്കടത്തോടുകൂടി ടെക്കോസ്റ്റമി വെച്ചിട്ടാണ് ശ്വാസം വരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ട്യൂബിന്റെയും സൂചികളുടെയും വേദന സംഹാരം ഒരുപാട് തവണ കീറി മുറിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് തവണ വേദന ഈ പ്രിയപ്പെട്ട റംഷിമോൾ അനുഭവിച്ചു കഴിഞ്ഞു. 4ഉം 5ഉം 6ഉം തവണ സർജറികൾ ചെയ്ത് ആ പ്രിയപ്പെട്ട മോളുടെ ശരീരത്തിൽ ഇനി വേദന സഹിക്കാൻ വയ്യ. ഈ നാട്ടിലെ പ്രിയപ്പെട്ട ജനപ്രതികളും പൊതുപ്രവർത്തകന്മാരും ചെറുപ്പക്കാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കാനല്ലേ പ്രിയപ്പെട്ടവരെ. പിന്നെ എന്താണ് ഇവിടെ മാർഗമുള്ളത്? ബദൽ സംവിധാനമില്ല പ്രിയപ്പെട്ടവരെ. ജനങ്ങളെ മുന്നിലേക്ക് കൈകൾ നീട്ടുക. പ്രയാസപ്പെടുന്നവൻ, വേദനിക്കപ്പെടുന്നവന്, വലിയ ലക്ഷ്യങ്ങൾ ആവശ്യമുള്ളവൻ ജനങ്ങളെ മുന്നിലേക്ക് കൈനീട്ടുമ്പോൾ സഹായ മനസ്സരായിട്ടുള്ള ഒത്തിരി പേരുണ്ടല്ലോ പ്രിയപ്പെട്ടവർ. സ്കൂളിലെ മറ്റു കുട്ടികൾക്കൊപ്പം ഓടിച്ചാടി നടന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ടിരുന്ന അവളായിരുന്നു. വളരെ സങ്കടത്തോടെയാണ് അവളുടെ പേര് രജിസ്റ്ററിൽ നിന്നും ഞാൻ ഈ തവണ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഒഴിവാക്കിയത്. അടുത്ത വർഷമെങ്കിലും അവൾ പരീക്ഷ എഴുതണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയും ഒരുമിച്ച് കൂടലും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടാണ് ഈ കുടുംബം
അത് നാടുകൊണ്ടും ഞങ്ങളെ കൊണ്ടും നികത്താൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൂട്ടമായി ഞങ്ങൾ വന്നിരിക്കുന്നത്. റംഷീനയെ നമുക്ക് തിരികെ നമ്മളെപ്പോലെ ഇതുപോലെ ഈ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുക നമ്മുടെയൊക്കെ ചെറിയതും വലുതുമായിട്ടുള്ള സംഭാവനകളും നമ്മുടെയൊക്കെ കരുതലുകളുമാണ്. നമുക്കൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഒരുപക്ഷെ നാട്ടുകാരല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി റംഷീനയ്ക്ക് വേണ്ടി നമുക്ക് പരമാവധി ചെയ്യണം. റംഷീനയും കുടുംബവും ഇത്തരം ഒരു അവസ്ഥയ്ക്ക് വേണ്ടി യാചിച്ചവരല്ലായിരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ അവർക്കുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചവരുമല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ഒരു അവസ്ഥ അവരെ കൊണ്ടെത്തിച്ചത് ഇത്തരം രൂപത്തിലായി പോയി. പഴയ പോലെ സന്തോഷത്തോടു കൂടി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രിയമുള്ളവരെ, നമ്മുടെ റംഷീന മോളെ നമ്മുടെ കൂടെ തന്നെ നിർത്താൻ ദൈവത്തിൻ്റെ അനുഗ്രഹവും. പ്രിയമുള്ളവരെ, റംഷീന മോളെ സഹായിക്കും. റംഷീനയ്ക്കായി ഈ നാട് ഒരുമിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം റംഷീനയുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങളുടെ കഴിയാവുന്ന എല്ലാ സഹകരണങ്ങളും ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൈകോർക്കണമെന്ന്. നടന്ന ഈ അപകടത്തിന് തൊട്ടു മുമ്പ് ഒരാഴ്ച മുമ്പ് എൻ്റെ ഓഫീസിൽ വരികയും ഉംറയ്ക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത് ഈ കുട്ടിയുടെ പാസ്പോർട്ട് നിലവിൽ എൻ്റെ കയ്യിലാണുള്ളത്. ഉംറയ്ക്ക് പോകണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക്. ഇപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്നും മാറ്റിയെടുത്ത് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ എവരുടെയും എല്ലാവിധ ചെറുതും വലുതുമായ സഹായം ആവശ്യമാണ്. പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ നമ്മൾ നാടെല്ലാം ഒരുമിച്ചിരിക്കുകയാണ്. പഴയ പോലെ ജീവിതത്തിലേക്ക് തുള്ളിച്ചാടി നടക്കുന്ന റംഷീനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അതിന് വാടനെക്കുറിച്ചുകാർ മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കുന്നതല്ല. എൻ്റെ സഹോദരിയുടെ കുട്ടിയാണ് റംഷീന എന്ന് പറയുന്നത്. കാരണം അത്രയും വലിയ സംഖ്യ ഞങ്ങളെ കയ്യിൽ നിന്ന് ചിലവായിരിക്കുന്നു. ഇതിന് ഒഴിവാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, പക്ഷെ സാധിക്കുന്നില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടർ ചികിത്സ എന്ന് പറയുന്നത് ഇനി വലിയൊരു കടമയാണ്. അവളെ ജീവനെ നമ്മൾ രക്ഷിച്ചിട്ട് നമ്മൾ അവരുടെ വീട്ടുകാർക്ക് കൊടുക്കൽ നമ്മളെ ഉത്തരവാദിത്തമാണ്. എല്ലാവരും നമ്മളെ സഹായിക്കണം, എല്ലാവരോടും ചോദിക്കണം. ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണേ, നിങ്ങൾ സഹായിക്കണം. അള്ളാഹുവിനെ ഓർത്ത് പിടിച്ചുകൊണ്ട് ഒരു ചെലവില്ലാത്ത കാര്യമാണ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ഏറ്റെടുക്കണേ, നിങ്ങൾ സഹായിക്കണേ പ്രിയപ്പെട്ടവർ.